വിളക്കിൽ തിരിയേഴും തെളിച്ച് നാക്കിലയൊന്നു വിരി. ഇത് നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന ഇനി നോക്കാം. അപ്പൊ നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉണക്കമുളകാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ നല്ല എരിവുള്ള ഉണക്കമുളക് 2 പിടിയാണ് എടുത്തേക്കുന്നത്. ഈ ഉണക്കമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചമ്മന്തിപ്പൊടിയിലേക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് വാളംപുളിയാണ്. വാളംപുളിയും ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കണം. പിന്നെ ഉഴുന്ന് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ മുഴുവനായിട്ട് എടുക്കുമ്പോൾ 4 ടേബിൾ സ്പൂൺ ഉഴുന്ന് മതിയാകും. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും ഞാനിവിടെ 2 പിടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. സാധാരണ ചമ്മന്തിപ്പൊടിയിലേക്ക് കുരുമുളക് ചേർക്കാറില്ല. പക്ഷെ കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ചമ്മന്തിപ്പൊടിക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഈ കുരുമുളക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ വേണ്ടത് കായത്തിന്റെ പൊടിയാണ്. അത് നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചമ്മന്തിപ്പൊടിയാക്കാന്ന്. ഇനി നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതിന് നോക്കാം. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പോണതിന് മുമ്പ് കടയിൽ പോയിട്ട് നല്ല തേങ്ങ നോക്കി വാങ്ങുന്നതിന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് കടയിൽ പോയിട്ട് തേങ്ങ വാങ്ങുമ്പോൾ തേങ്ങ എപ്പോഴും കേടാവാറുണ്ടെന്ന്. ഞാൻ ആഴ്ചയിൽ 3 അല്ലെങ്കിൽ 4 തേങ്ങ സ്ഥിരമായിട്ട് വാങ്ങുന്ന ആളാണ്. എൻ്റെ തേങ്ങ ഒറ്റ സമയത്തും കേടാവാറില്ല. അവിടെ കടയിൽ വിൽക്കാൻ വയ്ക്കുന്ന തേങ്ങയിൽ പകുതിയിലും കൂടുതൽ കേടായിരിക്കും. അപ്പോൾ തേങ്ങ അതിനകത്തുനിന്ന് നിങ്ങളത് നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. തേങ്ങ എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം തേങ്ങയുടെ കണ്ണാണ് നോക്കേണ്ടത്. തേങ്ങയുടെ കണ്ണ് നല്ല ഡാർക്ക് കളറായിട്ടിരിക്കണം. പിന്നെ തേങ്ങയുടെ ഇങ്ങനെ കണ്ണ് നമ്മളിങ്ങനെ അമർത്തി നോക്കുമ്പോൾ പൊട്ട തേങ്ങയൊക്കെയാണെങ്കിൽ ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ അതിങ്ങനെ ഉള്ളിലേക്ക് സോഫ്റ്റ് ആയിട്ട് പോകും. നല്ല മൂത്ത തേങ്ങയൊക്കെയാണെങ്കിൽ ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ നല്ല ഹാർഡായിട്ടിരിക്കും. ഇതിനകത്ത് 3 കണ്ണുണ്ട്. ഇതിനകത്ത് ഈ വലിയ കണ്ണാണ് എപ്പോഴും അമർത്തി നോക്കേണ്ടത്. ഇത് നമുക്കിങ്ങനെ അമർത്തി നോക്കാൻ വേണ്ടി പറ്റില്ല. ഇത് രണ്ടും ചെറുതാണ്. പിന്നെ നോക്കേണ്ടത് തേങ്ങയുടെ കളറാണ്. തേങ്ങയുടെ കളറും നല്ല ഡാർക്ക് കളറായിട്ടിരിക്കണം. അങ്ങനത്തെ തേങ്ങയായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ തേങ്ങ കുലുക്കി നോക്കണം. തേങ്ങ കുലുക്കി നോക്കുമ്പോൾ തേങ്ങ നന്നായിട്ട് കുലുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല മൂത്ത തേങ്ങയൊക്കെ ആണെങ്കിൽ തേങ്ങയുടെ ഉള്ളിൽ വെള്ളം കുറവായിരിക്കും. അങ്ങനത്തെ തേങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ തേങ്ങ കുലുക്കി നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കുലുങ്ങിയാൽ മതി. മെയിനായിട്ട് നോക്കേണ്ടത് തേങ്ങയുടെ കണ്ണും തേങ്ങയുടെ കളറാണ്. ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഈ ചൂടായ പാനിലേക്ക് തേങ്ങ ഇടാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർക്കാം. ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളകിൻ്റെ പൊടി ചേർക്കരുത്, ഉണക്കമുളക് തന്നെ ചേർക്കണം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കാം. കറിവേപ്പില ചേർക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർക്കാം. ഞാനിവിടെ 2 വലിയ പിടിയാണ് എടുത്തേക്കുന്നത്. ഈ തേങ്ങ മൊരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളറാവണം. ഈ തേങ്ങയുടെ കളറ് പതുക്കൊന്ന് മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് വാളംപുളി ചേർക്കാം. ഇതിലേക്ക് നമുക്കൊരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള വാളംപുളി ചേർക്കാം. ഈ തേങ്ങ വറുത്തെടുക്കുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒന്നും ചേർക്കരുത്. ഈ ചമ്മന്തിപ്പൊടിയിലേക്ക് ചുവന്നുള്ളിയോ അല്ലെങ്കിൽ ഇഞ്ചിയോ ഒന്നും ചേർക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചമ്മന്തിപ്പൊടി നമുക്ക് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇഞ്ചിയോ അല്ലെങ്കിൽ ചുവന്നുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ചമ്മന്തിപ്പൊടി പെട്ടെന്ന് നാശമായി പോകും. ഇത് പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു കുപ്പിയിലാക്കിയിട്ട് അടച്ച് വെച്ചാൽ മതി. ഇത് കുറേ നാൾ വരെ കേടാവാതിരിക്കും. ഇത് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയൊക്കെയും ഈ ചമ്മന്തിപ്പൊടി ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ തേങ്ങയ്ക്ക് നമ്മൾ വറുത്തെടുക്കുമ്പോൾ കുറച്ച് നല്ല കട്ടിയുള്ള പാനിൽ വെച്ചിട്ട് വറുത്തെടുക്കണം. ഇപ്പോഴായിരിക്കും അതിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അല്ല കനം കുറച്ച് പാനിലേക്ക് ഇട്ടിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിലേക്ക് പുകയൊക്കെ കയറും. ഇതിങ്ങനെ എപ്പോഴും വിളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോഴായിരിക്കും ഇത് തേങ്ങയുടെ എല്ലാ സൈഡും നമുക്ക് ഒരേപോലെ മൊരിഞ്ഞ് കിട്ടുക. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ പറയണം നല്ലതായോ പൊട്ടയായോ എന്നുള്ളത്. നിങ്ങൾ അയക്കുന്ന മെസ്സേജുകളെല്ലാം ഞാൻ വായിക്കാറുണ്ട്. ഇപ്പോൾ തേങ്ങയുടെ കളറ് പതുക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വാളംപുളി ചേർക്കാം. നമുക്ക് ഇതിലേക്ക് ഇത്രയ്ക്ക് വലിപ്പമുള്ള വാളംപുളി ചേർക്കാം.
ഇത് ചേർക്കുമ്പോൾ കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് ചേർക്കാം. ഈ വാളംപുളിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് ചൂടാവണം. കുരുള്ള വാളംപുളി ആണെങ്കിൽ കുരു മാറ്റി കളഞ്ഞിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടി പുളി ചേർക്കാം. കുറച്ച് പുളി വേണം, അപ്പോഴായിരിക്കും ചമ്മന്തിപ്പൊടിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഇതിങ്ങനെ തേങ്ങ നല്ല ഗോൾഡൻ കളർ ആവണ വരെ ഇത് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. തേങ്ങ മൊരിഞ്ഞിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ ആവരുത്. തേങ്ങ നല്ലൊരു ഗോൾഡൻ കളർ ആയാൽ മതി. ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ അത് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെക്കാം. ഇതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. അതിലേക്ക് ഏതാണ്ട് 1 ടേബിൾ സ്പൂണിൻ്റെ അത്രയ്ക്ക് കായത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കായത്തിൻ്റെ പൊടി നിങ്ങൾ ഏറ്റവും അധികം കുറച്ച് ചേർത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഈ ചമ്മന്തിപ്പൊടി നമ്മൾ പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ കായത്തിൻ്റെ പൊടി നിങ്ങൾ രണ്ടാമത് ചേർത്താൽ മതി. ഇത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. സാധാരണ ചമ്മന്തിപ്പൊടിയൊക്കെ പൊടിച്ചെടുക്കുന്നത് ഉരുളിയിൽ ഇട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഈ തേങ്ങ ഇതേപോലെ നന്നായിട്ട് മുരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ പാനിൽ വെക്കരുത്, ഇതിനകത്ത് എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ ഇതിൻ്റെ ചൂട് കൊണ്ട് ചിലപ്പോൾ ഇത് ഇരുന്നിട്ട് ഇത് ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലുണ്ട്. ഇതിനകത്ത് നമ്മൾ ആ കായത്തിൻ്റെ പൊടി പിന്നെ കറിവേപ്പിലേക്ക് മുരിഞ്ഞ് വന്നപ്പോൾ നല്ല സ്മെല്ലുണ്ട്. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ പൊടിച്ചെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഞാനത് ഇവിടെ കൂടുതലുള്ളതുകൊണ്ട് മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പും ഏറ്റവും ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി. കാരണം ഇത് പൊടിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഇത്രയ്ക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും കുറച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ടേസ്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർത്താൽ മതി. ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്തേക്കണം ഉഴുന്നൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന പാത്രമായിരുന്നാലും ഇതിലേക്ക് നമ്മൾ ഇടുന്ന സ്പൂണൊക്കെ ആയിരുന്നാലും എല്ലാവരും നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. വെള്ളമെങ്ങാനും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നാശമായി പോവും. അല്ലെങ്കിൽ ഇത് പുറത്ത് തന്നെ ഒരു കുപ്പിയിലാക്കിയിട്ട് അടച്ച് വെച്ചാൽ മതി. ഇത് കുറേ നാൾ വരെ കേടാവാതിരിക്കും. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. അപ്പോൾ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ വാളംപുളിയും കറിവേപ്പിലയൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് ചേർക്കണം. ചമ്മന്തിപ്പൊടിയൊക്കെ ആകുമ്പോൾ കുറച്ച് നല്ല പുളി ഉണ്ടായിരിക്കണം. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കറിവേപ്പില ഇരുന്നാലും കുറച്ച് കൂടുതൽ ചേർക്കാം.